ഇന്നൊരു ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ച് എന്താ മണം, ടേസ്റ്റ് നോക്കാം. നല്ല മധുരമുണ്ട്. ഇന്ന് ഈ ചക്കപ്പഴം കൊണ്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. പുട്ടുണ്ടാക്കാനായി 1/2 കപ്പ് പുഴുങ്ങലരി 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടി എടുക്കുക. ഇത് എൻ്റെ അടുത്ത് പുട്ടുപൊടിയില്ല, ഞാൻ ഇങ്ങനെയാണ് പുട്ടുപൊടി തയ്യാറാക്കുന്നത്. അരി നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയുടെ പാകത്തിൽ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 12 ചക്കച്ചുള എടുത്ത് മിക്സി ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം. അധികം അരഞ്ഞു പോണ്ട, ഒന്ന് തരിതരിയായി കിട്ടിയാൽ മതി. ചക്ക 1-2 പ്രാവശ്യം കറക്കിയെടുത്താൽ പാകത്തിന് തരിതരിയായിട്ട് കിട്ടും. അധികം അരഞ്ഞ് വെള്ളം പോലെ ആക്കാൻ പാടില്ല. ഈ ഒരു പാകത്തിൽ ഇതേപോലെ തരിതരിയായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി പുട്ടുപൊടിയിലേക്ക് ഇതിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ വീട്ടിലുള്ള പുട്ടുപൊടിയാണെങ്കിൽ കുറച്ചും കൂടെ ചക്ക ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് നനവോട് കൂടിയ പുട്ടുപൊടി ആയതുകൊണ്ട് അത്ര അധികം ചക്ക ഇട്ട് കൊടുക്കണ്ട, പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. പുട്ടുപൊടി കുഴച്ചെടുക്കാൻ പാകത്തിൽ നമ്മൾക്ക് എടുക്കുന്ന പുട്ടുപൊടി കുഴച്ചെടുക്കാൻ പാകത്തിൽ ചക്ക ചേർത്ത് കുഴച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ തേങ്ങേൻ്റെ കൂടിയും ചക്ക നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി പൊടി ഇതിലേക്ക് കോരി ഇട്ട് കൊടുത്തിട്ട് അത്ര കഷ്ണം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് കഷ്ണമാക്കി എടുക്കാം. ഇതൊരു 3 കഷ്ണമായിട്ട് നിറച്ചെടുക്കുന്നുണ്ട്. ചക്കപ്പഴം ഇഷ്ടമില്ലാത്തവർക്കെല്ലാം ഇതുപോലെ പുട്ടുണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും. ഉള്ളിലായി കുറച്ച് തേങ്ങയും ചക്കപ്പഴവും വെച്ച് ഇനി ഇത് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പുട്ട് നല്ലപോലെ വെന്ത് വന്നു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ മണം, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ല ചക്കപ്പുട്ട് റെഡിയായി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. രണ്ടാമത് പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ ചക്കപ്പഴം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല സ്വാദോടു കൂടി കഴിക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലാതെ കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും. സ്കൂളിൽ ഉച്ചക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടെല്ലാം ഇത് കൊടുത്തേക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദുണ്ട്. ചക്ക കൊണ്ടുള്ള കുറേ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.